ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ അവർക്ക് ഭക്ഷണമില്ലാതിരുന്നപ്പോൾ ദൈവം കാടപ്പക്ഷിയായും മന്നായും കൊടുത്ത് ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി വഴി നടത്തുന്ന അനുഭവം നമ്മൾ കണ്ടു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഓമാർ മന്ന ശേഖരിച്ചു വയ്ക്കുവാൻ ദൈവം മോശയോട് കൽപ്പിക്കുകയും അപ്രകാരം അവരത് ചെയ്യുകയും ചെയ്തു. ദൈവം അത്ഭുതകരമായി വഴി നടത്തിയതിനെ എന്നും ഓർക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ക്രമീകരണം ദൈവം അവിടെ ചെയ്യുകയാണ്. എത്രയോ അത്ഭുതകരമായ വഴികളിലൂടെ ദൈവം നമ്മളെ ഭൂമിയിൽ വഴി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മകൾ പോലും ഇല്ലാതെ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നവരാണ്. എന്നാൽ ആ ദൈവം വഴി നടത്തിയതായ ആ നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ നമുക്കിടയായിട്ട് തീരട്ടെ. 17-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് സീൻ മരുഭൂമിയിൽ നിന്ന് രഫിദീം എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തി. അവിടെ എത്തിയപ്പോൾ അവർക്കുള്ള പ്രശ്നം കുടിക്കുവാൻ വെള്ളമില്ല. ഭക്ഷിക്കുവാൻ മന്നായും കാടൽ പക്ഷിയൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷേ കുടിക്കുവാനായിട്ട് അവർക്ക് വെള്ളമില്ല. വീണ്ടും പ്രതിസന്ധിയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരികയാണ്. നമ്മുടെ മരുഭൂമി യാത്രയിലും ഇതേ പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി നമുക്ക് ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാം. വ്യത്യസ്തമായ ഈ ഭൂമിയെ നമ്മൾ നോക്കുക. വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഭൂമിയിലുണ്ട്. വെയിലുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ പിന്നെ മഴയുണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായ അനുഭവങ്ങളെയും കാലാവസ്ഥകളെയൊക്കെ ഈ ഭൂമി സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയാണ്. അതുകൊണ്ടാണ് നല്ല സൽഫലങ്ങളെ കൊടുക്കുവാൻ ഭൂമിക്ക് സാധിക്കുന്നത്. എന്നും ഒരേ അനുഭവം മാത്രമാണെങ്കിൽ ഭൂമിക്ക് ഫലങ്ങളെ കൊടുക്കുവാൻ സാധിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ആ നല്ല വൃക്ഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അവർ മോശയോട് വീണ്ടും അവരെ പിറുപിറുക്കുന്ന, മോശയെ കുറ്റപ്പെടുത്തുന്ന വലിയൊരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ദൈവം പ്രവർത്തിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രവർത്തിക്കാതെ വരുമ്പോൾ അവരോട് നമുക്ക് നീരസവും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്രകാരം ഒരവസ്ഥയിലേക്ക് ഈ ജനം കടന്നു പോവുകയാണ്. ഇത്രയും നാൾ ദൈവം അവരെ ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്നതും അത്ഭുതകരമായി വഴി നടത്തിയതും മന്നായും കാടൽ പക്ഷിയും കൊടുക്കുന്നതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ദാഹിച്ചപ്പോൾ അവർ വീണ്ടും മോശയ്ക്കെതിരായിട്ട് അവർ പിറുപിറുക്കുകയാണ്. മനുഷ്യ സഹജമായി നമുക്കും ഈ ഒരു സ്വഭാവമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരുമ്പോൾ ഒരു പിറുപിറുക്കുന്നതായ അനുഭവം. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നദി അടിച്ച ആ വടിയുമായി നീ ഹോറേബ് എന്ന സ്ഥലത്ത് ആ പാറയുടെ മേൽ നിൽക്കുക. ആ ഹോറേബിലെ പാറയെ നീ അടിക്കുക, അതിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെടും. ആ തീക്കൽ പാറയിൽ നിന്നുള്ള വെള്ളം കൊടുക്കുവാനുള്ള ക്രമീകരണം ദൈവം ചെയ്യുകയാണ്. ഈ പാറ ആരായിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മരുഭൂമിയിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്ഥാനമേറ്റു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഹോറേബിൽ കണ്ടതായി പാറ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പാറയാണ് കാൽവറിയിൽ തകർക്കപ്പെട്ടത്. കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുമുമ്പ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഒരു വലിയ പെരുന്നാളിൻ്റെ ദിവസം യെരുശലേം ദേവാലയത്തിന് മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. എന്നിൽ നിന്ന് പാനം ചെയ്യുന്നവരിൽ നിന്ന് നദി ഒഴുകുമെന്നാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ദാഹം തീർക്കുവാൻ 2, 3, 4 ഗ്ലാസ് വെള്ളം മതി. എന്നാൽ ഒരു നദി ഒഴുകിയാൽ ഒരു ദേശം മുഴുവൻ, അത് പോകുന്ന സ്ഥലയിലെ സകല ജീവജാലങ്ങളും വൃക്ഷങ്ങളും പക്ഷികളും എല്ലാം അതിൽ നിന്ന് പാനം ചെയ്യുവാൻ സാധിക്കും. ഒരുവൻ ക്രിസ്തുവിൽ നിന്ന് തൃപ്തനായാൽ അവൻ മുഖാന്തരം മറ്റനേകർക്കത് തൃപ്തിയിലേക്ക് അവരെ വഴി നടത്തുവാൻ കാരണമായി തീരുമെന്നുള്ളതാണ്.
അപ്പോൾ ഇനിയും അവിടെ വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് മസ്സ അഥവാ മെരീബ അഥവാ കലഹത്തിൻ്റെ സ്ഥലമെന്ന് മോശ പേരിടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂ യാത്രയിലെ ആദ്യത്തെ യുദ്ധത്തിൻ്റെ അനുഭവമാണ്. അമാലേക്യരായ ആളുകൾ ഇവരോട് യുദ്ധം ചെയ്യുവാൻ വന്നു. അപ്പോൾ ആ സമയത്ത് മോശ യോശുവയോട്, തന്റെ സഹോദരപുത്രനായ യോശുവയോട് പറയുന്നു, നീ ചെന്ന് ആളുകളെ കൂട്ടിക്കൊണ്ട് അവരോട് നീ ചെന്ന് യുദ്ധം ചെയ്യുക. ഇവരെ വഴിയാത്ര പോകുന്നവരാണ്. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ജനം ജയിക്കുന്നതിന് വേണ്ടി മോശ പർവ്വതമുകളിൽ കയറി കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ വലിയ ശുശ്രൂഷ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മോശയുടെ കൈ എപ്പോഴൊക്കെ താഴുമോ അപ്പോൾ ഇസ്രായേൽ ജനം ഇത് തോൽക്കുന്ന അനുഭവം, കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജയിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ പറ്റും. കുറേ കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് അങ്ങനെ നിന്നുകൊണ്ട് കൈ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. എന്നിട്ട് മോശയുടെ കൈ 2 വശങ്ങളിലുമായി ആളുകൾ ഇങ്ങനെ പൊക്കി പിടിച്ചു. അത്രമാത്രം മോശ ഈ ജനത്തിന് വേണ്ടി അവിടെ ത്യാഗം സഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് കാൽവറിയിൽ എന്തെല്ലാം ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചു എന്ന് നമുക്കറിയാം. ഇതാണ് സഭയുടെ ദൗത്യം. ഈ സമൂഹത്തിന് വേണ്ടി, ജനത്തിനു വേണ്ടി കൈ ഉയർത്തി ദൈവസന്നിധിയിൽ നിൽക്കുന്ന, അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന, സന്ധ്യ വരെയും യുദ്ധം അവസാനിക്കുന്നിടം വരെയും നിൽക്കുന്നതായ അനുഭവം. അത് പൈശാചിക പ്രകോപനങ്ങളെയൊക്കെ നമ്മൾ നേരിട്ട് ജഡം, ലോകം, പിശാചിക 3 പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ പൈശാചിക പ്രകോപനങ്ങളെയൊക്കെ അതിജീവിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കൈ ഉയർത്തി നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ ആക്കിയിരിക്കുന്നത്. ഈ സമൂഹത്തിന് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തെ ദൈവം രൂപപ്പെടുത്തിയതാണ്. അതിലേറ്റവും പ്രധാനമായി പുരോഹിതന്മാരും അല്ലെങ്കിൽ വിശ്വാസികളും എല്ലാവരും ആ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരാണല്ലോ. ഞങ്ങൾക്കുള്ളത് ശുശ്രൂഷ പൗരോഹിത്യമാണ്. ആ ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ളവരും ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ദൈവസ്ഥലത്തിൽ കൈ ഉയർത്തി നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് ശത്രുവിനെയും നമുക്ക് കീഴടക്കുവാൻ സാധിക്കും. അപ്രകാരം പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ശത്രുവാകുന്ന പിശാചിനെ തോൽപ്പിക്കുന്ന അനുഭവത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അത് ആ യഥാർത്ഥ പാറയാകുന്ന ആ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അവിടെ ഈ 16, 17 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.